ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണ ISL ഒരു ഡിഫറൻറ്റ് ഫോർമാറ്റിൽ നടത്താനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് രണ്ട് വേദികളിലായിക്കൊണ്ട് അഥവാ രണ്ട് സംസ്ഥാനങ്ങളിലായിക്കൊണ്ടായിരിക്കും നടപ്പിൽ വരുത്തുക. ഇത് ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ക്ലബ്ബുകളും ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. ആ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഏതായാലും കേരളം ഈ ഒരു മത്സരങ്ങൾക്ക് വേദിയാകുമോ, അഥവാ ഈ രണ്ട് സ്റ്റേഡിയങ്ങളിൽ ഏതെങ്കിലും ഒരു സ്റ്റേഡിയം അത് കേരളത്തിലാകുമോ, അതല്ലെങ്കിൽ മൂന്നാമത് ഒരു വേദി കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവയോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിനുള്ള ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ മൂന്നാമത് ഒരു വേദി കൂടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ രണ്ട് വേദികളിലായിക്കൊണ്ട് മത്സരം നടത്താനാണ് സാധ്യത. മിക്കവാറും അത് ഗോവയും അതുപോലെ തന്നെ ബംഗാളും ആയിരിക്കും. നേരത്തെ കേരളം ചർച്ചയിൽ വന്നിരുന്നു, പക്ഷെ ഇനി ഫെഡറേഷൻ അത് പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ നല്ല ട്രെയിനിങ് ഗ്രൗണ്ടുകൾ ഇല്ല. ചുരുങ്ങിയത് നല്ല 2 സ്റ്റേഡിയങ്ങളും 3 ട്രെയിനിങ് ഗ്രൗണ്ടുകളും ആവശ്യമാണ്. ഇതാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ആരാധകൻ അവിടെ സംശയം ഉന്നയിക്കുന്നുണ്ട്. അതായത് സൂപ്പർ ലീഗ് കേരളയിൽ ഇപ്പോൾ നല്ല രൂപത്തിലുള്ള ക്വാളിറ്റിയുള്ള സ്റ്റേഡിയങ്ങളുണ്ട്, അതൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൂടെ എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ അതൊന്നും അടുത്തടുത്തല്ല, ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും. അത് ക്ലബ്ബുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അടുത്തടുത്ത് നല്ല സ്റ്റേഡിയങ്ങളും അതുപോലെ തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടുകളും വേണം. എന്നാൽ മാത്രമാണ് അവർ വേദിയായിക്കൊണ്ട് പരിഗണിക്കുകയുള്ളൂ എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേരളം വേദിയാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തെ പരിഗണിച്ചിരുന്നു, പക്ഷെ അത് വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. മിക്കവാറും ഗോവയിലും ബംഗാളിലും വെച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ISL നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.